പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ചിക്കൻ കഴിക്കുമ്പോൾ ആ ചിക്കൻ എവിടെ നിന്നാണ് വരുന്നതെന്നും അതിന്റെ ഗുണനിലവാരം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഹോർമോൺ ഫ്രീ ആയിട്ടുള്ള ചിക്കൻ എവിടെ നിന്ന് മേടിക്കാം? കൂടെ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം ചേർത്ത് മസാലകളൊന്നും ചേർക്കാതെ നല്ല ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കന്റെ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം. ചിക്കന്റെ ഗുണനിലവാരം മനസ്സിലാക്കാനായിട്ട് ഇവരുടെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്തു. ഇതുപോലെയുള്ള 60ഓളം ഫാമുകൾ 35 ദിവസം മുതൽ 40 ദിവസത്തിനകത്ത് പ്രായമുള്ള ചിക്കൻ ടെൻഡറായിട്ടിരിക്കാൻ മാക്സിമം വെയിറ്റ് 2 കിലോ. ഓരോ ഫാമിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് കോഴികളുടെ ആരോഗ്യം പരിശോധിച്ച് അതാത് ദിവസം കോഴികൾക്ക് നൽകിയിട്ടുള്ള ആഹാരങ്ങളുടെ അളവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇനിയുള്ളത് ചിക്കന്റെ ക്ലീനിങ് പ്രോസസ്സാണ്. കട്ട് ചെയ്ത് വേസ്റ്റ് ഒക്കെ മാറ്റിയ ചിക്കനെ ഇതുപോലെ ആദ്യം തന്നെ വെള്ളത്തിൽ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ചിക്കന്റെ സർഫസിലുള്ള ജലാംശം മാറാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിൽ ചില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനിയാണ് കട്ടിങ്ങിലേക്ക് വരുന്നത്. ചിക്കൻ ലെഗ്, തൈസ്, ബ്രസ്റ്റ്, വിങ്സ് ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തും കറി കട്ട് വേണ്ടവർക്ക് ആ രീതിയിലും കട്ട് ചെയ്തെടുക്കും. അടുത്ത സ്റ്റെപ്പ് വരുന്നത് ചിക്കന്റെ പാക്കിംഗ് ആണ്. ക്ലീനിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പാക്കിംഗ്. വാക്വം പ്രഷർ പാക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ചിക്കന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. പാക്കറ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ചിക്കന്റെ ജനനം മുതൽ വെയിറ്റ് ഉൾപ്പെടെ A to Z കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയോ ഇവരുടെ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ചിക്കന്റെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ലോഞ്ചിങ് ഓഫറായിട്ട് 1 കിലോ ചിക്കൻ 199നും 1/2 കിലോ 139, 5 ലെഗ് പീസ് 159 രൂപയ്ക്കും കിട്ടും. ട്രിവാൻഡ്രത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഡെലിവറി ഉണ്ട്. അത് എവിടേക്കാണെന്ന് വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ലോണം പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും. അപ്പോൾ ഓഫർ ആരും മറക്കണ്ട. ഞാനുള്ളത് ട്രിവാൻഡ്രത്തെ പാമാങ്കോട് ജംഗ്ഷനിലുള്ള ചിക്ക് ഫ്രഷിന്റെ ഷോപ്പിലാണ്. കാശ്മീരി മുളക് കൊണ്ട് ചിക്കന്റെ കിടിലൻ ഒരു റെസിപ്പി. ഒറിജിനൽ കാശ്മീരി മുളക് തന്നെ മേടിക്കുക. എരിവ് കുറവായിരിക്കും. മുളകിലുള്ള തണ്ട് മാറ്റാതെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് 4 വിസിൽ അടിക്കാനായിട്ട് വെക്കുക. 1 കിലോ ചിക്കന് 100 ഗ്രാം മുളക്, അതാണ് അളവ്. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ് മുളകിന്റെ തണ്ട് മാറ്റിയ ശേഷം മിക്സിയിലിട്ട് ചതച്ചൊന്ന് എടുക്കണം. മറ്റൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് നമ്മുടെ ചിക്ക് ഫ്രഷിന്റെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കിയ ശേഷം നമ്മുടെ കാശ്മീരി മുളകിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും ചേർത്ത് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഏകദേശം 30 മിനിറ്റ് വേണം ഇതൊന്ന് കുക്കാവാൻ. 10 മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെളിച്ചെണ്ണ ഇതിന്റെ ഒരു മെയിൻ ഐറ്റമാണ്. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മൂടി വെച്ചാൽ ചിക്കൻ റെഡി. നല്ല ചൂട് അരിപ്പുട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ട്രിവാൻഡ്രത്തെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിലെ ഒരു മെയിൻ ഡിഷും കൂടെയാണിത്. ആ മസാലയുടെ കോട്ടിംഗ് കണ്ടോ? 2 കിലോ സൈസിലുള്ള നല്ല ടെൻഡർ ചിക്കൻ ആണ്. ലോ ഫ്ലെയിമിലിട്ടുള്ള സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് ചിക്കന്റെ ഉൾഭാഗത്ത് വരെ ഈ മസാലയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾ പാചകം ചെയ്താൽ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പാചകം ചെയ്യൂ. കിടിലൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.